Welcome back to Nexa PNC Consultant, India's first independent paints and coating consultant who can provide you the best system recommendations and specifications for your painting projects. Myself, Rajin Gangadhar. ഒരു ഇൻഡസ്ട്രിയൽ കോട്ടിംഗ് പ്രൊസീജിയർ നോക്കുമ്പോൾ അവിടെ സർഫേസ് പ്രിപ്പറേഷനുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്നും ഏതെല്ലാം രീതിയിൽ നമുക്ക് സർഫേസ് പ്രിപ്പറേഷൻ ചെയ്യാമെന്നും ഏതെല്ലാം സ്റ്റാൻഡേർഡ്സുമായിട്ടാണ് അത് മാച്ച് ചെയ്യേണ്ടതെന്നും നമ്മൾ പ്രീവിയസ് എപ്പിസോഡിൽ കണ്ടു കഴിഞ്ഞു. Now we can move further to the coating application. ഒരു കോട്ടിംഗ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ മറ്റു ചില പാരാമീറ്റേഴ്സ് കൂടി നമുക്ക് കംപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. ഒരു കോട്ടിംഗ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ കോട്ടിംഗ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ദ ടെമ്പറേച്ചർ ഷുഡ് ബി ബിലോ 50 ഡിഗ്രി ആൻഡ് എബോവ് 5 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇതാണ് ഏറ്റവും ഒപ്റ്റിമം അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂടാതെ നമുക്ക് ആ സബ്സ്ട്രേറ്റ്, അതായത് ആ ഒരു സ്ട്രക്ചറിൻ്റെ സർഫേസ് ടെമ്പറേച്ചർ കൂടി ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സെക്കൻഡ് വൺ ഈസ് ഹ്യൂമിഡിറ്റി. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇൻ എനി കേസ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 85% വൈൽ അപ്ലൈയിങ് ആൻ ഇൻഡസ്ട്രിയൽ കോട്ടിംഗ്. അപ്പോൾ ഈ പാരാമീറ്റേഴ്സ് എല്ലാം കംപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ then we can start mixing our products. Mixing our products എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ കോട്ടിംഗ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് കോട്ടിങ്സിൽ വരുന്ന ഓരോ പ്രോഡക്ട്സും സിംഗിൾ കോമ്പൗണ്ട് ആവാം, 2 കോമ്പൗണ്ട് ആവാം, അല്ലെങ്കിൽ 3 കോമ്പൗണ്ട് പ്രോഡക്ട്സ് കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഓരോ പ്രോഡക്ട്സിലും വരുന്ന മിക്സിംഗ് റേഷ്യോ അല്ലെങ്കിൽ തിന്നിങ് റേഷ്യോ എന്നിവ നമുക്ക് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഡയല്യൂഷൻ, എത്രത്തോളം ഡയല്യൂഷൻ നമുക്കതിൽ ആഡ് ചെയ്യാൻ സാധിക്കും, ഏതാണ് അതിൻ്റെ പ്രോപ്പർ വിസ്കോസിറ്റി, അതുപോലെ തന്നെ ഓരോ 2 കോമ്പൗണ്ട് പ്രൊഡക്ട്സിലും 3 കോമ്പൗണ്ട് പ്രൊഡക്ട്സിലും അതിൻ്റെ ബേസ് ആൻഡ് ഹാർഡനർ മിക്സിംഗ് റേഷ്യോ എന്നിവ നമ്മൾ പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ടതാണ്. ഈ ഇൻഫോർമേഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫോർ ദാറ്റ് വി ഹാവ് ടു ചെക്ക് ദി ടെക്നിക്കൽ ഡാറ്റ ഷീറ്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി പ്രൊഡക്റ്റ്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റും ചെക്ക് ചെയ്ത് അത് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ദെൻ വി ക്യാൻ സ്റ്റാർട്ട് അപ്ലിക്കേഷൻ ഓഫ് ദാറ്റ് പ്രൊഡക്റ്റ്. അപ്ലൈ ചെയ്യുന്നത് വി ക്യാൻ യൂസ് ദി കൺവെൻഷണൽ മെത്തേഡ്സ് ലൈക്ക് ബ്രഷ് ഉപയോഗിക്കാം, റോളേഴ്സ് ഉപയോഗിക്കാം, കൺവെൻഷണൽ സ്പ്രേസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ദ മോസ്റ്റ് എഫക്റ്റീവ് വേ ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ കോട്ടിംഗ് ദാറ്റ് ഈസ് എയർലെസ് സ്പ്രേ. എയർലെസ് സ്പ്രേ യൂസ് ചെയ്യുന്നത് ആ ഒരു അപ്ലിക്കേഷൻ കുറച്ചുകൂടി ഫാസ്റ്റർ ആവാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈവൻ സർഫേസ് ക്രിയേറ്റ് ചെയ്യാനും ഈവൻ തിക്നെസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും എയർലെസ് സ്പ്രേ ആപ്ലിക്കേഷനിലൂടെ സാധിക്കുന്നതാണ്. പക്ഷെ അവിടെയും നമുക്ക് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എയർലെസ് സ്പ്രേ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഷർ, അതുപോലെ അതിൻ്റെ നോസിൽ, അതേപോലെ ദ ആംഗിൾ ഓഫ് ഹാൻഡ്ലിങ് ദി ബ്രഷ് ഓർ ദ ഹാൻഡ്ലിങ് ദി സ്പ്രേ ഗൺ, ഇവയെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്കൊരു പെർഫെക്റ്റ് കോട്ടിംഗ് ആപ്ലിക്കേഷൻ നമുക്ക് അവിടെ നടത്താൻ സാധിക്കുകയുള്ളൂ. ഈ ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം then we have to check the WFT, that is wet film thickness. ആ ഒരു പെയിന്റ് ഫിലിം വെറ്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ തിക്നെസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ then we can identify or we can understand that അത് ആ ഒരു ഫിലിം ഡ്രൈ ആകുമ്പോൾ ഇത്രത്തോളം തിക്നെസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. വെറ്റ് ഫിലിം തിക്നെസ് മാത്രം ചെക്ക് ചെയ്താൽ പോരാ, ആ ഫിലിം അതിൻ്റെ പ്രോപ്പർ ക്യൂറിങ് കഴിഞ്ഞതിന് ശേഷം മേ ബി 1 ഡേ ആവാം, 2 ഡേ ആവാം, ആ ഒരു പ്രോപ്പർ ക്യൂറിങ് ടൈം കഴിഞ്ഞതിന് ശേഷം വി ഹാവ് ടു ചെക്ക് അഗൈൻ ദി DFT ആൾസോ, ദാറ്റ് ഈസ് ഡ്രൈ ഫിലിം തിക്നെസ്. ഡ്രൈ ഫിലിം തിക്നെസ് ചെക്ക് ചെയ്യാൻ നമുക്കിപ്പോൾ ഇലക്ട്രോണിക് ഗേജസ്, നിരവധി ഇലക്ട്രോണിക് ഗേജസ് അവൈലബിൾ ആണ്. ഒരു കോട്ടിംഗ് ആപ്ലിക്കേഷൻ നടക്കുമ്പോഴും അതുപോലെ ആ ഒരു ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷവും നിരവധി പാരാമീറ്റേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലൈക്ക് ഒരു ആപ്ലിക്കേഷൻ നടക്കുമ്പോൾ കുറേ ഡിഫോമിറ്റീസ് അല്ലെങ്കിൽ പെയിന്റ് കംപ്ലൈൻസ് നമുക്കവിടെ ജനറേറ്റ് ആവാനുള്ള സാധ്യതകൾ വളരെയധികമാണ്. ലൈക്ക് ബ്ലിസ്റ്ററിങ്, ബ്ലഷിങ്, ക്രാക്കിംഗ്, ചോക്കിംഗ്, പീലിംഗ് ഓഫ്, സാഗിങ്, പിൻ ഹോൾസ്, ഈ തരത്തിലുള്ള കംപ്ലൈൻറ്റ്സ് എല്ലാം പെയിന്റ് ആപ്ലിക്കേഷൻ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ക്യൂറിംഗ് ടൈം കഴിഞ്ഞതിന് ശേഷമോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ കംപ്ലൈൻറ്റ് റെക്ടിഫൈ ചെയ്യേണ്ടതും ആ റെക്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രം അതിൻ്റെ ടോപ്പ് കോഡ്സിലേക്ക് പോവേണ്ടതും വളരെയധികം അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്കൊരു പെർഫെക്റ്റ് ടോട്ടൽ സിസ്റ്റം അറ്റൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
എങ്ങനെയാണ് ഈ കംപ്ലൈൻസ് റെക്ടിഫൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ കംപ്ലൈൻസ് ഓരോന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും റെക്ടിഫൈ ചെയ്യാനും സാധിക്കുന്നതെന്നെല്ലാം അപ്കമിങ് എപ്പിസോഡ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓരോ കോട്ടിംഗ് ആപ്ലിക്കേഷനും അതേപോലെ ഓരോ സിസ്റ്റംസും ഓരോ പ്രൊഡക്ട്സും, ഫോർ എക്സാമ്പിൾ സിങ്ക് സിലിക്കേറ്റ്, എപ്പോക്സീസ്, പോളിയൂറിത്തീൻ, പോളിസൈലോക്സൈൻ, ക്ലോറിനേറ്റഡ് റബ്ബേഴ്സ്, ഇങ്ങനെ ഓരോ കാറ്റഗറിയിലും വരുന്ന പ്രോഡക്ട്സ് എല്ലാം എങ്ങനെയാണ് ഏതെല്ലാം സർഫേസിലാണ് അപ്ലൈ ചെയ്യുന്നത്, ഓരോ സർഫേസിലും എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ആപ്ലിക്കേഷന് മുന്നേ ഏതെല്ലാം സ്റ്റാൻഡേർഡ്സ് ഓഫ് ക്ലീൻനെസ് ആണ് നമ്മൾ അറ്റൈൻ ചെയ്യേണ്ടത്, അതുപോലെ ഏത് തിക്നെസ്സിലാണ് നമ്മൾ ആ ഒരു സിസ്റ്റം റെക്കമെൻഡ് ചെയ്യേണ്ടത് എന്നിവയെല്ലാം സിസ്റ്റം ബൈ സിസ്റ്റം ആയിട്ട് നമ്മൾ അപ്കമിങ് എപ്പിസോഡ്സിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ കീപ് ട്യൂണിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ് അവർ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.